നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നെന്ന് പറയുന്നത് ലോക്കൽ ബോഡി ഇലക്ഷൻ 2025 ആണ്. തദ്ദേശ സ്വയംഭരണ പഞ്ചായത്ത് ഇലക്ഷനാണ്. ഇന്ന് 7 ജില്ലകളിലായിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം 7 ജില്ലകളിലാണ് ഇന്ന് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്താണ്. ഞങ്ങൾ 2 പേരും വോട്ടേഴ്സാണ്. സോ നമ്മൾ വോട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെയും അനിയൻ്റെയും സെക്കൻഡ് വോട്ടാണിത്. സോ ഞങ്ങൾ വൈകുന്നേരമാണ് വോട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 3 o'clock 4 o'clock ടൈമിലാണ് നമ്മൾ വോട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതെന്തെന്ന് വെച്ചാൽ രാവിലെ ഭയങ്കര വെയിലായിരുന്നു. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ ഒരു ടൈമിൽ ഇറങ്ങുന്നത്. സോ നമ്മളൊരു 2-3 വീക്സ് കൊണ്ട് ഇപ്പം ഇലക്ഷൻ്റെ പ്രചരണങ്ങളും ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് പല രാഷ്ട്രീയ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളും നമ്മളുടെ അടുത്ത് വോട്ട് അഭ്യർത്ഥിക്കാറുണ്ട്. സോ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എല്ലാവരോടും വാക്ക് കൊടുക്കാറില്ല. നിങ്ങൾക്ക് തരാം എന്നുള്ള ഇതിൽ ഞാൻ വാക്ക് കൊടുക്കാറില്ല. സോ ഞാനൊരു വ്യക്തിക്ക് വോട്ട് കൊടുക്കുന്നുവെങ്കിൽ ഞാൻ നോക്കുന്നത് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി, ആ വ്യക്തിയുടെ ക്വാളിറ്റീസ്, ആ വ്യക്തി എന്തെല്ലാം വികസനങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി, എന്നെപ്പോലുള്ള ഓരോ ജനങ്ങൾക്കും വേണ്ടി കൊണ്ടുവരും എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനൊരു വ്യക്തിക്ക് വോട്ട് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ അനിയനോട് ചോദിച്ചപ്പം അവനും ആ ഒരു രീതിയിലുള്ള ഒപ്പീനിയനാണ് എന്നോട് പറഞ്ഞത്. സോ ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ വോട്ട് ചെയ്തവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്, ഇങ്ങനെ. അപ്പം എൻ്റെ അതേ അനുഭാവികളുണ്ട്. പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്യുന്നവരുണ്ട്, ഒരു വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട്. സോ ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ആ ഒരു സൊസൈറ്റിയിലുള്ളത്. സോ നമുക്കിത് എല്ലാവർക്കും വിധിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ ഒരു വ്യക്തിയാണ് നമുക്ക് അറ്റ് എ ടൈം ചൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ആ ഒരു വ്യക്തിക്കാണ് നമ്മൾ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുന്നത്. നമ്മൾ വിജയിപ്പിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു നിമിഷം എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നു. എനിവേയ്സ്, നമ്മൾ വോട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് നടന്നു പോകാവുന്ന വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ എനിക്ക് വെയിൽ കൊള്ളാൻ ഒട്ടും വയ്യാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു നിമിഷത്തിൽ പറയാൻ തോന്നുന്നു വെച്ചാൽ, എൻ്റെ സെക്കൻഡ് വോട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫസ്റ്റ് വോട്ടും പാർലമെൻറ്റ് ഇലക്ഷനായിരുന്നു. സോ ഈ ഒരു കഞ്ഞി വോട്ട് ഞാൻ ചെയ്തത് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്. അപ്പോൾ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് അടങ്ങിയ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് കഞ്ഞി വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ എൻ്റെ സെക്കൻഡ് വോട്ടും ഞാൻ 5 മുതൽ 10 വരെ പഠിച്ച എൻ്റെ സ്കൂളായ മൗണ്ട് ടാബോറിൽ വെച്ചിട്ടാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു എന്താ പറയുക, ഒരു ക്രിഞ്ച് മൂവ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പേരൻസ് ആയിക്കോട്ടെ, എൻ്റെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, എൻ്റെ നൈബേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ വോട്ട് ചെയ്തിട്ട് കയ്യിൽ ആ ഒരു ഇങ്ക് കാണുമ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ലെക്സിപ്പേന കൊണ്ടിട്ട് കയ്യിൽ വരയ്ക്കുമായിരുന്നു. അതേപോലെ തന്നെ ഈ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റേഴ്സ്, ബാനേഴ്സ്, ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വലിയ വണ്ടികൾ അതിൽ ഭിത്തിയിലൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയത് എങ്ങനെയാണ് ഇവർ ജയിക്കുന്നത്, ഇവർക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്, സോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ ഒരു ഏജിൽ ഞാനിപ്പോൾ 2ാമത്തെ വോട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം അത് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാകുന്നത്, ഇങ്ങനെയാണ് ഒരു വിൻ ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ട്. സോ അപ്പം നമ്മൾ ആ ഒരു കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു പ്രായത്തിൽ നമുക്കിന്ന് എത്തി. നമുക്ക് ശരിയേതാ തെറ്റേതാ എന്നറിയാൻ പറ്റുന്നത്, നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ എത്തിയതിൽ എനിക്കെന്തോ ഒരു ഫീലിംഗ് പ്രൗഡ് തോന്നുന്നുണ്ട്. എനിവേസ്, അതവിടെ കഴിയട്ടെ. നമ്മളിപ്പം വോട്ട് ചെയ്യാനായിട്ട് പോകുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ടായിരുന്നു. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. നല്ല രീതിക്ക് ട്രാഫിക്കും ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഇതിലായിട്ടാണ് വന്നത്. ദെൻ നമ്മുടെ ആ ഒരു സ്കൂളിലേക്ക് പോകുന്ന വഴി, പത്തനാപുരത്തുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം നമ്മുടെ മൗണ്ട് ടാബർ സ്കൂൾ എവിടെയാണെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു നിയർ ബൈ ഉള്ളവർക്കൊക്കെ അറിയാം നമ്മുടെ സ്കൂൾ എവിടെയാണ്. അപ്പോൾ ഇവിടെ വോട്ടുള്ള കുറേ ആളുകൾ കാണും. നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള കുറച്ച് ആളുകൾ കാണും. പല വാർഡ് അനുസരിച്ചായിരിക്കും നമുക്ക് വോട്ട് ചെയ്യേണ്ട സ്കൂളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സ്കൂളിലേക്ക് നടന്നു പോവുകയാണ്. ഞാൻ പഠിച്ചൊരു സ്കൂളാണ് നിങ്ങളീ കാണുന്നത്, മൗണ്ട് ടാബോർ. നമ്മുടെ ഒരു 5 മുതൽ 10 വരെ ഞാൻ പഠിച്ചത് 2010 to 15 ഞാനൊരു 5-6 വർഷം നമ്മൾ അടിച്ച് പൊളിച്ച് കളിച്ച് വളർന്നൊരു സ്കൂളാണത്. 671. അതെ, 671. നമ്മൾ വോട്ട് ചെയ്തതിന് ശേഷം ഇറങ്ങിയതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. വോട്ട് ഫോർ റൈറ്റ്. എനിക്ക് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്, ജനാധിപത്യത്തിൻ്റെ വിശ്വാസമുദ്ര എൻ്റെ ചൂണ്ടുവിരലിൽ അഭിമാനത്തോടെ പതിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് നിമിഷത്തിൽ പറയാനുള്ളത്. ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എല്ലാവരും തന്നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു നിമിഷത്തിൽ പറയുന്നു.